ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിവന്യ സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളും, വളരെ അധികം സന്തോഷമുണ്ട് ഇന്ന് ഈ സായാഹ്നത്തിൽ ഇവിടെ ഒരു റഷ്യൻ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് സമയം ചെലവഴിക്കാൻ കഴിയുന്നത്. ഇതാണ് 45 വർഷങ്ങൾക്ക് മുമ്പാണ് റഷ്യയിൽ ഞാൻ വേദശാസ്ത്ര അഭ്യസനത്തിനായിട്ട് പോകുന്നത്. 2 വർഷത്തെ അവിടുത്തെ താമസത്തിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഈ റഷ്യൻ ആരാധനയിലുള്ള പാട്ടുകളാണ്. നാം പഠിച്ചിരിക്കുന്നതായ മറ്റ് ഭാഷകളിലും മറ്റ് പാരമ്പര്യങ്ങളിലുമുള്ള ആരാധനയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് റഷ്യയുടെ സ്ലാവോണിക് ഹിംസ് എന്ന് പറയുന്നത്. വ്ളാദിമിർ എന്ന കീവിലെ രാജാവ് ക്രിസ്ത്യാനിയായതോടുകൂടെ 988 മുതലാണ് ക്രിസ്തീയ സഭ അവിടെ വളരുന്നത്. സിറിൽ ആൻഡ് മെത്തോഡിയസ് എന്ന് പറയുന്ന തെസലോനിക്കയിലെ 2 ബിഷപ്സാണ് അവിടെ വന്ന് സുവിശേഷം അറിയിക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് 12-ാം നൂറ്റാണ്ട് ആയപ്പോൾ അവിടുത്തെ രാജാവിൻ്റെ നിർബന്ധ മുഖാന്തരം റഷ്യയിലെ സന്യാസിമാർ മറ്റെല്ലാ രാജ്യങ്ങളിലെയും ബൈസന്റിയൻ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സന്യാസിമാർ താമസിക്കുന്നതായ മൗണ്ടാദോസിലേക്ക് റഷ്യയിലെ സന്യാസിമാരെ പറഞ്ഞയച്ച് അവർ അവിടെ നിന്ന് ബൈസന്റിയൻ മ്യൂസിക് അഥവാ ഗ്രീക്ക് മ്യൂസിക്കിൽ പ്രാവീണ്യം നേടി. അതിനുശേഷം അവരതുമെല്ലാമായി റഷ്യയിൽ തിരിച്ചു വന്ന് അധികം താമസിയാതെ സ്ലാവോണിക് ഭാഷയിൽ സ്നംനേനിയ എന്ന് പറയുന്ന ഒരു ആരാധന രീതിയുണ്ട്. അത് സ്ലാവോണിക് ഭാഷയിൽ അവിടുത്തെ നാട്ടിലുള്ളത്. അതിലേക്ക് ഈ ബൈസന്റിയൻ ആരാധന മുഴുവനും അവർ ഭാഷാന്തരം ചെയ്തു. മ്യൂസിക് ആ തരത്തിലേക്കാക്കി. ഇന്ന് നമ്മൾ കേൾക്കുന്നതായ മ്യൂസിക് ഒന്നും ബൈസന്റിയൻ ഫ്ലേവറിലുള്ളതല്ല, എന്നാൽ അതിൻ്റെ അടിസ്ഥാനം മുഴുവനും ബൈസന്റിയനാണ്. അത് മുഴുവനായിട്ടും സ്ലാവോണിക് ഭാഷയിലേക്ക് മാറ്റി അവരാരാധന തുടങ്ങി. പിന്നീട് 12-ാം നൂറ്റാണ്ട് മുതൽ കുറേ കാലത്തേക്ക് ഉള്ള അവരുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അതിനുശേഷം 14-ാം നൂറ്റാണ്ട് മുതൽ ഈ ആരാധന ഫ്ലറിഷ് ചെയ്തു. മറ്റ് രാജ്യങ്ങളിലൊക്കെ ആയുള്ള ബന്ധത്തിലും. എന്നാൽ ഇന്ന് വരെയും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ആ നാടിൻ്റേതായ സ്ലാവോണിക് സ്റ്റൈലിൽ തന്നെ റഷ്യൻ ആരാധന മുഴുവൻ നടത്തുവാൻ കഴിയുന്നു എന്നുള്ളതായ ഒരു ശ്രേഷ്ഠതയാണ്. മറ്റാരെയും ലോകത്തിൽ ആരെയും ഫോളോ ചെയ്യാതെ അവർക്ക് തന്നെയുള്ള സ്വന്തമായ ഒരു ആരാധനാ രീതി ആ സ്ലാവോണിക് ജനതയുടെ മനസ്സിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന രീതിയിൽ അതിനെ രൂപപ്പെടുത്തി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്നതായ ഈ ആരാധന. ഇന്നത്തെ ഈ രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് 17-18 നൂറ്റാണ്ടുകളിലാണ്. ആ ആരാധനയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. അതിനൊരു വലിയ പ്രത്യേകതയുള്ളത്
അവരുടെ ആരാധനയ്ക്ക് ഇൻസ്ട്രുമെൻസ് ഒന്നുമില്ല. അവരുടെ ശബ്ദം ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ആ ശബ്ദത്തിന് എത്രമാത്രം ആഴവും എത്രമാത്രം ശക്തിയുണ്ടോ അത് മുഴുവനായി ദൈവത്തെ സ്തുതിക്കുന്നതിന് സമർപ്പിക്കുക എന്നുള്ള അടിസ്ഥാന ചിന്തയാണ് അവർക്കുള്ളത്. നിങ്ങൾ കേട്ട് കാണും, നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെയുള്ളതായ വലിയ ശബ്ദം അതവരുടെ അബ്ഡോമിനിൽ നിന്ന് അവരെടുത്തു വരുന്ന ശബ്ദമാണ്. ഞാനും ഇവിടെ താമസിച്ച കാലത്ത് അതൊന്ന് പരിശീലിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട കൂട്ടത്തിലുള്ളതാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ എനിക്കെപ്പോഴും സന്തോഷമുണ്ട്. ആ ഭാഷ കുറേയെല്ലാം ഉൾപ്പെടുത്താനും അവരുടെ ആരാധനയിലെ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും കഴിഞ്ഞതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ജോർജ് അച്ഛൻ. അതിൻ്റെ ഗാനങ്ങൾ ഇവിടെ ആലപിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അവരുടെ ആരാധനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഈ പാട്ട് കേൾക്കുന്നതായ സമയത്ത് ആ പള്ളിയിൽ നിൽക്കുന്ന എല്ലാവരുടെയും മുഖത്തേക്ക് നമുക്ക് നോക്കിയാൽ അവർ വേറെ ഏതോ ഒരു ലോകത്തിൽ ആയിരിക്കുന്നു, അഥവാ സ്വർഗലോകത്തിലെ ഒരു അനുഭവത്തിൽ അവർ നിൽക്കുന്നത് പോലെ നമുക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു വലിയ അവാച്യമായിരിക്കുന്ന ഒരു അനുഭൂതിയുണ്ട്. ആ അനുഭൂതി നമുക്ക് നമുക്കൊരു പക്ഷേ നമ്മുടെ ഭാഷയിൽ നമ്മൾ ആരാധിക്കുമ്പോൾ അത് കിട്ടുന്നുണ്ട്. എന്നാൽ അവർക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതായ ഒരു വലിയ സ്വാധീനം അവരുടെയൊക്കെ ദൈനംദിന ജീവിതത്തിലുമൊക്കെ വളരെ പ്രകടമാണ്, പ്രതിഫലിക്കുന്നതാണ് എന്നുള്ളതാണ്. ഈ ആരാധനയിൽ ഉൾപ്പെട്ട് 2 വർഷം അവരുടെ കൂടെ ഈ ആരാധനയെ സംബന്ധിക്കുവാൻ സാധിച്ചു. തുടർന്ന് ഈ കഴിഞ്ഞ വർഷം അവിടെ സന്ദർശിച്ചതായ സമയത്ത് ആരാധനയിൽ വീണ്ടും അവരോടൊപ്പം അല്പസമയമൊക്കെ സംബന്ധിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് ഇവിടെ ഈ ആരാധനയിൽ അല്ലെങ്കിൽ ഈ പാട്ടുകളിൽ നിന്നപ്പോൾ ഏതാണ്ട് 45 വർഷം മുമ്പ് ലെനിൻഗ്രാഡ് തിയോളജിക്കൽ സെമിനാരിയിലെ ചാപ്പൽ ആരാധനയ്ക്ക് നിൽക്കുന്നത് പോലെയുള്ള ഒരു വലിയ അനുഭവമാണ് എനിക്കുണ്ടായത് ഇത്രയും സമയം കൊണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. വളരെയധികം സ്നേഹവും കരുതലും താല്പര്യമുള്ള ഒരു സഭയാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അവരുടെ സ്നേഹവാത്സല്യങ്ങൾ പണ്ട് മുതലേ ലഭിച്ചിട്ടുണ്ട്. കാലം ചെയ്ത തിയോഫിലോസ് തിരുമേനിയും അതുപോലെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും ആണ് മലങ്കര സഭയിലുള്ളതായ വൈദികർക്ക് അവിടെ പരിശീലനം നേടുവാനുള്ളതായ ക്രമീകരണം ചെയ്തത്. ആ പുണ്യപിതാക്കന്മാരെ നമുക്ക് ഓർക്കാം. അവരാണ് നമുക്ക് ഈ ബന്ധം സ്ഥാപിക്കുവാനിടയായത്. അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നതായ അവിടെ ലെനിൻഗ്രാഡിലെ മെത്രോപ്പൊലീത്തായിരുന്ന വ്ളാദിമിർ നിക്കോദീം, അദ്ദേഹമാണ് ഏറ്റവും വലിയതായ ബന്ധം മലങ്കര സഭയുമായിട്ടുണ്ടാക്കിയത്. ആൻഡ് വി ആർ ഓൾസോ താങ്ക്ഫുൾ ടു the Patriarch Kirill, the present Patriarch of the Russian Orthodox Church. He was my rector when I was studying over there, and now he is a Patriarch, and he already came to India, and we have welcomed them. And also when I visited him, he was also very much happy to welcome me, and they have given me an honorary doctorate even from the Theological Seminary according to the direction of Patriarch Kirill. And so we are very much grateful to these young brothers who have come over, traveling all the way from Moscow to Kerala, and exhibited the real Russian voice to us. And we are also thankful to Metropolitan Anthony of the President of the Ecumenical Department, and also we thank Father Stefan, who was translating here. He is the Secretary to the Ecumenical Department of the Russian Orthodox. He has many times he has visited India, and also we have very good ties with the Russian Orthodox Church in our dialogues.
and our doctors, a group of our doctors visited Russia and they experienced the Russian way of treatment in the hospitals, and also they also came to India and they experienced the medical treatment in our Kolancheri Medical College and also at Parimala Hospital and other places. They are always friendly with us and they promote everything, and they of course honor the church and they respect us, and we are grateful to them. നമുക്ക് അവരോടുള്ളതായ സ്നേഹം ഒരിക്കലും ഇലതീരാത്തതാണ്. അവർ നമുക്ക് നൽകുന്നതായ കരുതലും സ്നേഹവും ഒരു സഭയെന്നുള്ള രീതിയിൽ നമുക്ക് റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായുള്ള ബന്ധം വളരെ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നു. നമ്മുടെ പിതാക്കന്മാരങ്ങനെ ആണ് നമുക്ക് നൽകിയിട്ടുള്ള മാർഗം വഴി അത് സന്തോഷമോടെ ഓർക്കുന്നു. ഒരു കാര്യം മാത്രമേ ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ എൻ്റെ അഭിമന്യ ബർന്നബാസ് തിരുമേനി പറഞ്ഞു റഷ്യയിലൊന്ന് പ്രസംഗിക്കണമെന്ന്. ഞാൻ പറഞ്ഞു എന്നെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞു. റഷ്യൻ ഭാഷയിൽ 45 വർഷം മുമ്പ് പഠിച്ചതാണ്. എങ്കിലും റഷ്യക്കാരുടെ ഇടയിൽ ചെന്നാൽ അവരുടെ കൂടെ സംസാരിക്കുന്നതിന് അവരിങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയാൻ എനിക്ക് പ്രയാസമൊന്നുമില്ല. പിന്നെ മലയാളികളുടെ അടുത്ത് റഷ്യൻ ഭാഷ പറയാൻ പ്രയാസം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇന്ന് ഇത് അവസാനിക്കുന്ന സമയത്ത് അവരോട് പറയേണ്ട 2-3 വാക്കുകൾ ഞാൻ പറയാം. ഒന്നാമത് ഗുഡ് ഈവനിങ് എന്ന് നമ്മൾ പറയുന്നത് ദോബ്രി വേച്ചർ എന്നാണ്. ഒന്ന് പറഞ്ഞേ എല്ലാവരും, ദോബ്രി വേച്ചർ. അതാണ് ഗുഡ് ഈവനിങ് എന്നുള്ളത്. അതുപോലെ ദസ്വിദാനിയ എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് കാണാം എന്ന് പറയും. പിന്നീട് കാണുന്നവരെ ബൈ ബൈ എന്ന് നമ്മൾ പറയുന്ന പോലെയാണ് ദസ്വിദാനിയ. അത് നമുക്ക് അവരോട് പറയാനുള്ള വാക്കാണ്. അതുപോലെ ഏറ്റവും വലിയ വാക്ക് സ്പസീബ ബൽഷോയ്, വളരെ നന്ദി എന്ന് പറയുന്നതാണ്. വളരെ നന്ദി. ഇങ്ങനെയുള്ള വാക്കുകൾ അവർ കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ പറയാനുള്ള ഒരു വാക്കാണ് ദോബ്രി വേച്ചർ ആൻഡ് സ്പസീബ ബൽഷോയ്. ഇതൊക്കെ അവർക്ക് വളരെ സന്തോഷമുള്ള വാക്കുകളാണ്, അവർക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത് ഉൾക്കൊണ്ട് പറയാൻ സാധിച്ചാൽ നല്ലതായിരിക്കുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ദീർഘമായി സംസാരിക്കാൻ വളരെയധികം ഉണ്ട്. എൻ്റെ റഷ്യൻ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ അതിനുള്ള സമയം അല്ല. എന്നാൽ ഈ സംഗീത സായാഹ്നം നമുക്ക് ഒരുക്കി തന്ന നമ്മുടെ എല്ലാ ബ്രദേഴ്സിനോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിനേറ്റവും ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നതായ നമ്മുടെ സഭയുടെ എക്യൂമെനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനോടും അതുപോലെ അതിൻ്റെ അഭിമന്യ ദിമെത്രിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട അശ്വിൻ ഫെർണാണ്ടസ് അച്ഛൻ, അതുപോലുള്ള മറ്റുള്ളവർ, അതുപോലെ ഒപ്പം ഇതിനെ അറേഞ്ച് ചെയ്തതായ ശ്രുതി സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ മ്യൂസിക്, നമ്മുടെ സെമിനാരി, എല്ലാവരോടുമുള്ളതായ നന്ദി മലങ്കര സഭയുടെ പേരിൽ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.